നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലം എന്നല്ലാതെ അടിയന്തരാവസ്ഥയെ നിർവചിക്കാനാവില്ല. അത്രമേൽ ക്രൂരമായ നിയമ നടപടികളായിരുന്നു ജനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ ഇന്ദിരാഗാന്ധി 1975 മുതൽ 77 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നത്. ജനാധിപത്യ രാജ്യത്തെ ഒരു ജനതയുടെ സകല സ്വാതന്ത്ര്യത്തിനുമേൽ അത്രമേൽ ക്രൂരമായ നിരോധനം ഏർപ്പെടുത്തിയ വർഷങ്ങളായിരുന്നു 1975 മുതൽ 77 വരെ ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ ഇന്ത്യക്ക് ഒട്ടേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഇന്നാട്ടിലെ പ്രതികരിക്കുന്ന, ചിന്തിക്കുന്ന, സ്വന്തം അവകാശങ്ങൾക്കുമേൽ ബോധമുള്ള പൗരന്മാർക്കുമേൽ വില പോകില്ല. ആദ്യത്തെ ഊഴത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇന്ദിരയ്ക്ക് നേരിടേണ്ടി വന്നു. മറ്റു സീനിയർ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇന്ദിരയുടെ സ്ഥാനാരോഹണം കോൺഗ്രസിനുള്ളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പൊതുവെയും വലിയ പ്രതിഷേധങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തി. അന്ന് പൊതുസഭകളിൽ സഭാകമ്പമില്ലാതെ സംസാരിക്കാൻ പോലും കഴിവില്ലാതെ നിന്ന് പരിങ്ങിയ ഇന്ദിരയെ ഗുങ്ങിഗുഡിയ അഥവാ മിണ്ടാട്ടമില്ലാത്ത പാവക്കുട്ടി എന്നാണ് രാം മനോഹർ ലോഹി പോലും വിശേഷിപ്പിച്ചിരുന്നത്. അന്നത്തെ മുതിർന്ന നേതാക്കളായ കാമരാജിനെയും മൊറാർജി ദേശിയും വൈബി ചൗഹാനെയും ഒക്കെ വെച്ച് നോക്കിയാൽ രാഷ്ട്രീയത്തിൽ പ്രവൃത്തി പരിചയം തുലോം തുച്ഛമായിരുന്നു ഇന്ദിരയ്ക്ക്. പക്ഷേ അതിനൊക്കെ അതിജീവിക്കാനും 80കളുടെ തുടക്കത്തിൽ പാർട്ടിക്കുള്ളിലും രാജ്യത്തും ഒരു അനിഷേധ സ്ഥാനമുണ്ടാക്കാനും ഇന്ദിരയ്ക്ക് സാധിച്ചു. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് വിളിക്കാൻ ആളുണ്ടായപ്പോൾ അവർ പോലും അത് വിശ്വസിച്ചു എന്നും പറയാം. രാജ്യത്തിന് ഗുണകരമായി മാറിയ പല പദ്ധതികളും ഇന്ദിര നടപ്പാക്കിയിട്ടുമുണ്ട്. എന്നാൽ സഞ്ജയ് ഗാന്ധി അടക്കമുള്ള പലരുടെയും സ്വാധീനത്തിൽ സംശയാസ്പദമായ പല നടപടികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും ഓർക്കേണ്ടതാണ്. അന്ന് സജീവമായി ഇന്ദിരയെ എതിർത്തത് ജയപ്രകാശ് നാരായണൻ എന്ന സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. ബീഹാറിലെ വിദ്യാർത്ഥികളോട് രാജ്യത്ത് നടമാടുന്ന അഴിമതിക്കും ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യത്തിനുമെതിരെ സന്ധിയില്ല സമരത്തിനിറങ്ങാൻ 1974 JP ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളോട് നിരന്തര പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങാനും ദേശീയ തലത്തിൽ ഒരു നിസ്സഹന പ്രസ്ഥാനം തന്നെ ആരംഭിക്കാനും ആഹ്വാനം ചെയ്തു. അതോടൊപ്പം പോലീസ്, പട്ടാളം, ബ്യൂറോക്രസി എന്നിവരുടെ നീതീകരിക്കാനാവാത്ത ഉത്തരവുകൾ നിരസിക്കാനും JP ആഹ്വാനം ചെയ്തിരുന്നു. നാടെങ്ങും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ അലകൾ ഉയർന്നു. ബീഹാറിലെ യുവാക്കളുടെ നെഞ്ചിലേക്ക് JP കുടഞ്ഞിട്ട തീപ്പൊരി താമസിയാതെ കേന്ദ്രത്തിനെതിരെയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെയുള്ള രാജ്യവ്യാപക സമരമായി വളർന്നു. 1974 അവസാന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ സകല പാർട്ടികളും എൻ ബ്ലോക്കായി ഈ പ്രക്ഷോഭങ്ങൾക്കൊപ്പം ചേർന്നു നിന്നിരുന്നു. ഇന്ദിരാഗാന്ധിക്കും ജയപ്രകാശ് നാരായണനും ഇടയിൽ പ്രകോപനപരമായ പല എഴുത്തുകുത്തുകളും നടന്നു. ഇരുപക്ഷത്തുമുള്ള ഉപജാപക വൃന്ദം അവരെ കൊണ്ടാകും വിധം ആ തീക്ക് കാറ്റു പകർന്നു നൽകുകയും ചെയ്തു. 1975 മെയ് 6 ഇന്ദിരയ്ക്കെതിരെ JP ദില്ലിയിൽ നടത്തിയ ലക്ഷം പേരുടെ ലോങ് മാർച്ചിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: ജനങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടോ, ഇന്ദിരയുടെ സിംഹാസനം ആടിയുലഞ്ഞു തുടങ്ങിയെന്ന്. ക്കെതിരെ ജനരോക്ഷം രാജ്യത്ത് ഇരുമ്പിക്കൊണ്ടിരിക്കുകയാണ് അലഹാബാദ് ഹൈക്കോടതി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ഇന്ദിരയ്ക്ക് 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നെന്നും വിലക്കിക്കൊണ്ടുള്ള വിധിയായിരുന്നു പുറപ്പെടുവിച്ചിരുന്നത്. അതിനുള്ള പ്രതികരണം എന്നോണം സഞ്ജയിന്റെയും സംഘത്തിന്റെയും ഉപദേശം ചെവികൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. JP അടക്കമുള്ള ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ തുറങ്കിലടക്കപ്പെടുന്നു. കൊടിയ മർദ്ദനങ്ങൾക്കും ഇരയാക്കപ്പെട്ടു. എന്തിനേറെ പലരും ലോക്കപ്പിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പത്രങ്ങൾക്ക് മേൽ സെൻസർഷിപ്പും ഏർപ്പെടുത്തി. ഒരു സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ കൂച്ചുവിലങ്ങിടുന്ന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി.